ഓക്കെ, അപ്പൊ നമ്മളിപ്പം പഠിക്കാൻ പോകുന്നത് പോക്സോ ആക്ട് ആണ്. പോക്സോ ആക്ട് 2012 ഇപ്പൊ നോക്കുന്നത്. അമെന്റ്മെന്റ് നമുക്ക് ഇതിന്റെ ഒപ്പം തന്നെ പറയാം. ഓക്കെ, അപ്പൊ ലൈംഗിക ആക്രമണം, ലൈംഗിക പീഡനം, അശ്ലീല സാഹിത്യം എന്നിവയിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനും കുട്ടികളുടെ കേസുകൾ വേഗത്തിൽ വിചാരണ ചെയ്യുന്നതിനുമായിട്ട് ഒരു പ്രത്യേക കോടതികൾ സ്ഥാപിക്കണമെന്ന് ഈ ഒരു ആക്ട് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. എന്താണ്? ലൈംഗിക ആക്രമണം, ലൈംഗിക പീഡനം, അശ്ലീല സാഹിത്യം എന്നിവയിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കാനായിട്ട് എന്ത് വേണമെന്നാ പറയുന്നത്? ഒരു എന്താണ് ഒരു പ്രത്യേക കോടതി സ്ഥാപിക്കണം എന്ന് ഈ ഒരു ആക്ട് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. നീതിന്യായ പ്രക്രിയയിലൂടെ എല്ലാ തലങ്ങളിലും നീതിന്യായ പ്രക്രിയയുടെ എല്ലാ തലങ്ങളിലും കുട്ടിയുടെ സ്വകാര്യത സംരക്ഷിക്കേണ്ടത് എന്താണ്? അവരുടെ ശരിയായ വളർച്ചയ്ക്ക് അനിവാര്യമാണെന്നും കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക ചൂഷണവും ലൈംഗിക ദുരുപയോഗവും ഹീനമായ കുറ്റകൃത്യങ്ങളാണെന്നും ഈ ഒരു നിയമത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഈ 2012 പോക്സോ ആക്ടിൽ എന്തൊക്കെയാ പറയുന്നത്? എന്തിനു വേണ്ടിയാണ് ഈ ഒരു ആക്ട് വന്നതെന്ന് വെച്ചാൽ എന്താണ്? കുട്ടികളെ സംരക്ഷിക്കാനായിട്ട്, പ്രധാനമായിട്ടും ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കാനായിട്ടാണ് ഈ ഒരു ആക്ട് കൊണ്ടുവന്നത്. ഇതിനകത്ത് എന്താ പറയുന്നത്? ലൈംഗിക ആക്രമണം, ലൈംഗിക പീഡനം, അശ്ലീല സാഹിത്യം എന്നിവയിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കണമെന്നും കുട്ടികളുടെ കേസുകൾ വേഗത്തിൽ കൈകാര്യം ചെയ്യാൻ ഒരു പ്രത്യേക കോടതികൾ വേണമെന്നും ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു നിയമപ്രകാരം എത്ര വയസ്സിന് താഴെയുള്ളവരാണ് കുട്ടികൾ? ഈ ഒരു നിയമപ്രകാരം എത്ര വയസ്സിന് താഴെ ഉള്ളവരെയാണ് കുട്ടികളായിട്ട് പറയുന്നത്? എത്ര വയസ്സിനാണ്? 18 വയസ്സിന് താഴെയുള്ളവരാണ് കുട്ടികൾ. ഓക്കെ, അപ്പൊ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക കുറ്റങ്ങളെ പൊതുവായിട്ട് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. എന്തൊക്കെയാണ്? ലൈംഗിക ആക്രമണം എന്നും ലൈംഗിക പീഡനം എന്നും. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക കുറ്റങ്ങളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ലൈംഗിക ആക്രമണം എന്നും ലൈംഗിക പീഡനം എന്നും. ഓക്കെ അല്ലേ? ഈ ഒരു ലൈംഗിക ആക്രമണത്തെ വീണ്ടും നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. എന്താണ്? ശാരീരിക ദുരുപയോഗത്തിലൂടെയുള്ള ലൈംഗിക ആക്രമണം, അല്ലെങ്കിൽ എന്താണ്? ശാരീരിക സ്പർശനത്തിലൂടെയുള്ള ലൈംഗിക ആക്രമണം. ഈ ഒരു ലൈംഗിക ആക്രമണത്തെ വീണ്ടും രണ്ടായിട്ട് തിരിക്കാം. ഒന്നുകിൽ എന്താണ്? ശാരീരിക ദുരുപയോഗത്തിലൂടെയുള്ള ലൈംഗിക ആക്രമണം എന്നും ശാരീരിക സ്പർശനത്തിലൂടെയുള്ള ലൈംഗിക ആക്രമണം എന്നും. അപ്പൊ ലൈംഗിക ആക്രമണം രണ്ടു തരമുണ്ട്, ലൈംഗിക പീഡനം ഒറ്റ ഇതായിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പൊ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക കുറ്റങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കാം. ലൈംഗിക ആക്രമണം, ലൈംഗിക പീഡനം. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ശാരീരിക ദുരുപയോഗത്തിലൂടെയുള്ള ലൈംഗിക ആക്രമണം എന്ന് നോക്കാം. ശാരീരിക ദുരുപയോഗത്തിലൂടെയുള്ള ലൈംഗിക ആക്രമണത്തിന് 7 വർഷത്തിൽ കുറയാത്തതോ ജീവപര്യന്തമോ ആകുന്നതുവരെയുള്ള ശിക്ഷയും എന്താണ്? പിഴയൊക്കെയാണ് പറയുന്നത്. അത് 2019 ആക്ട് ആണ്. അതിപ്പോ നോക്കണ്ട, അമെന്റ്മെന്റിൽ മാറ്റം വന്നിട്ടുണ്ട്. ഈ ഒരു ആക്ട് കഴിഞ്ഞിട്ട് നമുക്ക് അമെന്റ്മെന്റ് പറയാം. ഇപ്പൊ ഈ ഒരു ആക്ട് ഇപ്പൊ നോക്കാം. ശാരീരിക ദുരുപയോഗത്തിലൂടെ ലൈംഗിക പ്രക്രിയ ലൈംഗിക ആക്രമണം നടത്തുന്നതിന് 7 വർഷത്തിൽ കുറയാതെ ഉള്ളതോ ജീവപര്യന്തമോ വരെ ആകാവുന്ന ശിക്ഷയാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? ഇത്തരം കുറ്റകൃത്യങ്ങൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, അതായത് സായുധ സേനയിലോ സുരക്ഷാ സേനയിലോ അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ, പിന്നെന്താണ്? പൊതുസേവകൻ, അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് ചെയ്യുന്നതെങ്കിൽ എന്താണ്? അവർക്ക് കടുത്ത ശിക്ഷയാണ് നൽകുന്നത്. ഇപ്പം പറയുന്ന 2012 ആക്ട് ആണ്. ഓക്കെ, അപ്പൊ ഇതിനെന്താണ്? കടുത്ത ശിക്ഷ. അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് കടുത്ത ശിക്ഷയാണ് നൽകുന്നത്. അത് എത്രയാണ്? അത് 10 വർഷത്തിൽ കുറയാതെയുള്ള ശിക്ഷ. 10 വർഷമോ ജീവപര്യന്തോ ആയിരുന്നു. അതിനിപ്പോ മാറ്റമൊന്നുമില്ല കേട്ടോ, അതിന് മാറ്റമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ലൈംഗിക ആക്രമണത്തിന്റെ ഫലമായി പെൺകുട്ടി ഗർഭിണിയാകുക, HIV വൈറസോ അതുപോലെയുള്ള ജീവഹാനി വരുത്തുന്ന മറ്റു രോഗങ്ങളോ പകർച്ചവ്യാധികളോ പിടിപെടുക, മാനസികമോ ശാരീരികവുമായ വൈകല്യമുള്ള കുട്ടികളെ ലൈംഗികമായി ആക്രമിക്കുക, 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ലൈംഗികമായി ആക്രമിക്കുക, കുട്ടിയുമായി രക്തബന്ധം, ദത്ത്, വിവാഹം, ഗാർഹിക ബന്ധം മുതലായ ബന്ധങ്ങളിലുള്ളവർ ലൈംഗിക ആക്രമണം ചെയ്യുക എന്നിവയ്ക്ക് ഗുരുതരമായിട്ടുള്ള ലൈംഗിക ആക്രമണമായിട്ട് കണക്കാക്കും. ഇതൊക്കെ എന്താണ്? ഗുരുതരമായിട്ടുള്ള ആക്രമണമായിട്ട് കണക്കാക്കിയിട്ട് ഈ പറയുന്ന എന്താണ്? ഗുരുതര ആക്രമണത്തിന് എത്രയാണ്? 10 വർഷത്തിൽ കുറയാതെയുള്ള ശിക്ഷയാണ്. ഈ 10 വർഷത്തിൽ കുറയാതെയുള്ള ശിക്ഷയും അല്ലെങ്കിൽ എന്താണ്? ജീവപര്യന്തമോ തടവോ പിഴയൊക്കെ എന്തെങ്കിലും ഒക്കെ തരും. ഓക്കെ, എന്താണ്? കുറഞ്ഞത് 10 വർഷം, അതാണ് പറഞ്ഞത്. കുറഞ്ഞത് 10 വർഷം. അതെന്താണ്?
അല്ലെങ്കിൽ അതിൽ കൂടുതൽ എന്ന് വെച്ചാൽ ഇത് 2012 10 വർഷമായിരുന്നു. 10 വർഷം അല്ലെങ്കിൽ ജീവപര്യന്തം ആയിരുന്നു. ഇപ്പൊ ഇത് കൂട്ടി 20 വർഷം ആക്കിയിട്ടുണ്ട്. അത് 2019 നമുക്ക് അമെന്റ്മെന്റ് എടുത്ത് പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ ഇത്രയും ക്ലിയർ ആയോ? അപ്പൊ ശാരീരിക ദുരുപയോഗത്തിലൂടെയുള്ള ലൈംഗിക ആക്രമണം എന്താന്ന് മനസ്സിലായോ? ആ ഒരു ഭാഗം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഇനി ശാരീരിക സ്പർശനത്തിലൂടെയുള്ള ലൈംഗിക ആക്രമണം. എന്താണ് ശാരീരിക സ്പർശനത്തിലൂടെയുള്ള ലൈംഗിക ആക്രമണം? കുട്ടികളെ ശാരീരികമായി സ്പർശിക്കുന്നതിലൂടെ ലൈംഗികമായി ഉപയോഗിക്കുന്നതിനെയാണ് ശാരീരിക സ്പർശനത്തിലൂടെയുള്ള ലൈംഗിക ആക്രമണം എന്ന് പറയുന്നത്. ഓക്കെ. പ്രസ്തുത കുറ്റത്തിന് 3 വർഷത്തിൽ കുറയാതെയുള്ളതോ അല്ലെങ്കിൽ 5 വർഷം വരെ ആകാവുന്നതോ ആയിട്ടുള്ള തടവും പിഴയും എന്താണ് ലഭിക്കും. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഇത് ശാരീരിക സ്പർശനത്തിലൂടെയുള്ള ലൈംഗിക ആക്രമണമാണ്. ഇത് 5 വർഷമായിരുന്നു. ഇതെന്താണ് 5 വർഷത്തിൽ എത്ര പറഞ്ഞെന്ന്? 5 വർഷം വരെ മാക്സിമം 5 വർഷം വരെ എന്ന് പറഞ്ഞാൽ മാക്സിമം 5 വർഷം വരെ കിട്ടത്തുള്ളായിരുന്നു. ഇത് 2019 ആക്ട് പ്രകാരം ഇത് എത്രയായി? ഇത് മിനിമം ഇപ്പൊ 5 വർഷമായിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഇത് മിനിമം ആണ്. ഇത് മാക്സിമം ആണ് 2012 ആക്ടില്. കുട്ടികളെ ശാരീരിക സ്പർശനത്തിലൂടെ ലൈംഗികമായി ഉപയോഗിക്കുന്നതിലൂടെ എന്താണ് ഈ ഒരു കുറ്റത്തിന് 3 വർഷത്തിൽ കുറയാത്തതോ അല്ലെങ്കിൽ 5 വർഷം വരെ ഉള്ളതായിട്ടുള്ള ശിക്ഷയായിരുന്നു കൊടുക്കുന്നത്, തടവ്. ഓക്കെ. ഇപ്പൊ അത് എത്രയായിട്ടുണ്ട്? ഇത് മിനിമം 5 വർഷം. 5 വർഷം കുറവാണ്. ഏറ്റവും കുറഞ്ഞത് 5 വർഷം കൊടുക്കണം എന്നാണ് ഇപ്പോൾ ഉള്ള 2019 അമെന്റ്മെന്റിൽ. ഓക്കെ. അപ്പം പ്രസ്തുത കുറ്റം ഒരു പോലീസ് ഓഫീസർ, സായുധ സേനാ അംഗം, ഇതേണക്കുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, അത് ആരൊക്കെയാണ്? ഒരു പൊതുസേവകൻ, ജയിൽ, ആശുപത്രി, വിദ്യാഭ്യാസ മതസ്ഥാപനങ്ങളിലെ ജീവനക്കാർ അല്ലെങ്കിൽ നടത്തിപ്പുകാർ, ഇവരൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ എന്തായിട്ട് കണക്കാക്കും? അതിനെ കടുത്ത ശിക്ഷ നൽകുന്നതാണ് ഇവർക്കൊക്കെ. ഓക്കെ. അപ്പൊ അതായത് 5 വർഷത്തിൽ കുറയാതെ ഉള്ളതോ 7 വർഷം വരെയുള്ള തടവായിരുന്നു ഇവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇവർക്ക് എത്രയാണ്? 7 വർഷം വരെയൊക്കെയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അതുമല്ല നമുക്ക് അമെന്റ്മെന്റിൽ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് നോക്കാം. ഇപ്പൊ ഈ ഒരു ആക്ട് മാത്രം നോക്കുക. ഇതിനകത്ത് വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. എന്താണ്? 2012 ആക്ട് ആണ് ഇപ്പൊ പഠിക്കുന്നത്. ഓക്കെ. അപ്പൊ എന്താണ്? ശാരീരിക സ്പർശനത്തിലൂടെയുള്ള ലൈംഗിക ആക്രമണം. അത് ക്ലിയർ ആയോ? ശാരീരിക സ്പർശനത്തിലൂടെയുള്ള ലൈംഗിക ആക്രമണം ക്ലിയർ ആയോ? ഹലോ, ആരും ഇല്ലേ ഇവിടെ? ഓക്കെ അല്ലേ? ഇനി അടുത്ത ലൈംഗിക പീഡനം എന്താണ് ലൈംഗിക പീഡനം? കുട്ടി കേൾക്കുന്നതിന് വേണ്ടി ലൈംഗിക ലക്ഷ്യത്തോടെയുള്ള വാക്കുകൾ പറയുക, ആംഗ്യം കാണിക്കുക, ശരീരഭാഗം പ്രദർശിപ്പിക്കുക, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ ചെയ്യാൻ കുട്ടിയോട് ആവശ്യപ്പെടുക. ഇതൊക്കെ ഏതിൽ വരും? ഇതൊക്കെ ലൈംഗിക പീഡനത്തിൽ വരും. ഇതൊക്കെ നോക്കി വെച്ചോണം കേട്ടോ. അപ്പൊ എന്താണ്? ഇലക്ട്രോണിക്, ഡിജിറ്റൽ അല്ലെങ്കിൽ അതുപോലെയുള്ള മാധ്യമങ്ങളിലൂടെ കുട്ടികളെ സ്ഥിരമായി നിരീക്ഷിക്കുക, കുട്ടികളെ ചിത്രീകരിച്ച് ഏതെങ്കിലും മാധ്യമത്തിൽ ഉപയോഗിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുക തുടങ്ങിയ കുറ്റങ്ങളാണ് ഏതിൽ വരുന്നത്? ഈ ലൈംഗിക പീഡനം എന്ന പരിധിയിൽ വരുന്നത്. ഓക്കെ. ഇതിന് 3 വർഷം വരെയുള്ള തടവും പിഴയുമായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഇതിനെന്താണ്? 3 വർഷം വരെയായിരുന്നു തടവ്. ഓക്കെ. അടുത്തത് കുറ്റങ്ങളുടെ പ്രേരണയും ശ്രമവും. ഇപ്പൊ ഈ ഒരു ഇതിപ്പോ കുറ്റങ്ങളാണ് പറഞ്ഞത്. ഈ ലൈംഗിക കുറ്റങ്ങളെ നമുക്ക് എത്രയായിട്ട് തരംതിരിക്കാം? കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക കുറ്റങ്ങളെ 2ആയിട്ട് തരംതിരിക്കാം. ലൈംഗിക ആക്രമണം, ലൈംഗിക പീഡനം. ഓക്കെ. ഈ ലൈംഗിക ആക്രമണത്തെ വീണ്ടും 2ആയിട്ട് തരംതിരിക്കാം. അതാണ് നമ്മളിപ്പം പറഞ്ഞ ശാരീരിക ദുരുപയോഗത്തിലൂടെയുള്ള ലൈംഗിക ആക്രമണവും ശാരീരിക സ്പർശനത്തിലൂടെയുള്ള ലൈംഗിക ആക്രമണം. ഇപ്പൊ നമ്മൾ ലൈംഗിക പീഡനവും കഴിഞ്ഞു. അപ്പൊ എന്താണ്? ഈ ഒരു ലൈംഗിക കുറ്റങ്ങൾ കഴിഞ്ഞു. ഇനി എന്താണ്? കുറ്റങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത്. ഒരാൾ പറഞ്ഞു നീ അങ്ങനെ ചെയ്യുന്നു പറഞ്ഞ ഒരാളെ പ്രേരിപ്പിച്ചു, പക്ഷെ അയാളൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഒരാളെ കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുകയും കുറ്റം ചെയ്യുന്നതിനുള്ള ഗൂഢാലോചനകളിൽ ഏർപ്പെടുകയും ചെയ്യുന്നതും ഇതൊക്കെ എന്താണ്? അതും കുറ്റകരമാണ്. ഓക്കെ. ഈ ഒരു കുറ്റത്തിനെ ഉദ്ദേശപൂർവം സഹായിക്കുക എന്നുള്ളതിനും എന്താണ്? ഈ ഒരു പ്രതിക്ക് കൊടുക്കുന്ന അതേ ശിക്ഷ തന്നെയായിരിക്കും കിട്ടുക. മനസ്സിലായോ? ഈ ഒരു ഇയാൾ ചെയ്തില്ലെങ്കിൽ പോലും എന്താണ്? ആ ഒരു കുറ്റത്തിന് ഗൂഢാലോചന നടത്തുകയോ അതിനെ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്താലും അതേ ശിക്ഷ തന്നെയായിരിക്കും കിട്ടുന്നത്. ഓക്കെ. കുറ്റം ചെയ്യുന്നതിനുള്ള ശ്രമവും കുറ്റകരമാണ്. ചെയ്യാൻ ഉദ്ദേശിച്ച കുറ്റത്തിന് വ്യവസ്ഥ ചെയ്തിട്ടുള്ള ശിക്ഷയുടെ പകുതിയോ പിഴ ശിക്ഷയുടെ പകുതിയോ അല്ലെങ്കിൽ എന്താണ് രണ്ടും കൂടിയോ ലഭിക്കുന്നതാണ്. കുറ്റകൃത്യം നടക്കാൻ സാധ്യതയുണ്ടെന്ന് അറിവ് ലഭിക്കുകയോ നടന്നതായി ശ്രദ്ധയിൽപ്പെടുകയോ ചെയ്യുന്ന പൊതുജനങ്ങൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യണം? ഉടൻ തന്നെ ഈ വിവരം ആരെയാണ് അറിയിക്കേണ്ടത്? സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ്. സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ് ഒക്കെ എന്താന്ന് നമ്മൾ ഇന്നലെ പഠിച്ചു. ഓക്കെ.
അപ്പൊ എന്താണ് സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിനെയോ അല്ലെങ്കിൽ എന്താണ് ലോക്കൽ പോലീസിനെയോ അറിയിക്കണം. അപ്പൊ ഇങ്ങനെ ഒരു കുറ്റം നടക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുറ്റം നടന്നു എന്നൊക്കെ ആരാണ് നമ്മുടെ പൊതുജനങ്ങളോ അല്ലെങ്കിൽ എന്താണ് ആ സ്ഥാപനം ആരാണോ അറിഞ്ഞത് അവരെന്ത് ചെയ്യണം? അവര് ഈ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിനെയോ അല്ലെങ്കിൽ എന്താണ് ലോക്കൽ പോലീസിനെയോ അറിയിക്കണം. ഓക്കെ. വിവരം നൽകി എന്ന കാരണത്താൽ ഒരാൾക്കും എന്താണ് സിവിൽ അല്ലെങ്കിൽ ക്രിമിനൽ ബാധ്യതയും നേരിടേണ്ടി വരത്തില്ല. ഈ വിവരം അറിയിക്കുന്ന ആൾക്ക് പിന്നെന്താണ് പിന്നെ ഒരു നൂലാമാലകളും ഉണ്ടാവത്തില്ല. ജസ്റ്റ് ഒന്ന് അറിയിക്കണം. ഓക്കെ ആണോ? ഇത്ര ഓക്കെ ആണോ? ഇത്ര ഓക്കെ ആണോ? അടുത്ത പറയട്ടെ. ക്ലിയർ ആണോ അവിടെ? അപ്പൊ ഞാൻ അടുത്ത ഇനി പരാതി ലഭിച്ചാൽ ഒരു പോലീസുകാരൻ എന്ത് ചെയ്യണം? ഈ വിവരം ആർക്കായിരിക്കും അറിയിക്കുന്നത്? നമുക്കൊരു കുറ്റം നമ്മൾ അറിയുന്നു, ഇങ്ങനെ ഒരു പ്രശ്നം എന്തോ അപ്പുറത്ത് നടക്കാൻ പോകുന്നു എന്നറിഞ്ഞാൽ നമ്മൾ ആർക്കാണ് കംപ്ലൈന്റ് കൊടുക്കുക? നമ്മൾ പോലീസുകാരനല്ലേ, ഒരു പോലീസുകാർക്കാണ് കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പരാതി ഒരു പോലീസുകാരന് ലഭിച്ചാൽ പോലീസുകാരൻ എന്താണ് ചെയ്യേണ്ടത്? ചിലപ്പോ ഈ കുട്ടി തന്നെയോ അല്ലെങ്കിൽ എന്താണ് കുട്ടി അറിയുന്ന ആൾക്കാരോ ഇത് അറിഞ്ഞൊരു വ്യക്തിയോ ആയിരിക്കും കൊണ്ടുപോയി പരാതി കൊടുക്കുന്നത് അല്ലെ? അപ്പൊ ആ ഒരു പരാതി കിട്ടിയാൽ ഒരു പോലീസുകാരൻ എന്താണ് ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത്? ഈ ആക്ടിന് കീഴിലുള്ള ഒരു കുറ്റം നടന്നതായോ കുറ്റം നടക്കുമെന്നോ അല്ലെങ്കിൽ അത് നടക്കാൻ ഇടയുണ്ടെന്നോ തോന്നിയാൽ എന്താണ് ഈ വിവരം ഉടനെ തന്നെ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. ഈ വിവരം രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ കഴിഞ്ഞിട്ട് അങ്ങ് പോവോ? രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങ് വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഈ ഒരു വിവരം രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ ഈ വിവരം നൽകിയ ആളെ അത് വായിച്ചു കേൾപ്പിക്കണം. എന്താണ് ഈ പോലീസുകാരൻ അതിൽ എഴുതി പിടിപ്പിച്ചേക്കുന്നത് എന്ന് വായിച്ച് കേൾപ്പിക്കണം. എന്നിട്ട് എന്താണ് രജിസ്റ്റർ നമ്പരും നൽകണം. ഓക്കെ ആണോ? അപ്പൊ ഒരു പരാതി കൊണ്ട് കൊടുത്താൽ എന്ത് ചെയ്യണം പോലീസ്? നമ്മളാണെങ്കിൽ ഇതൊക്കെ അറിഞ്ഞു വെക്കണം. നമ്മൾ കൊണ്ടുപോയി കൊടുത്തിട്ട് ഇങ്ങ് പോരരുത്. എന്താണ് ഈ സംഭവമൊക്കെ നമുക്കും കിട്ടിയോന്ന് നമ്മൾ ബോധ്യപ്പെടുത്തണം. അപ്പൊ എന്താണ് നമ്മൾ ഒരു പരാതി കൊണ്ട് കൊടുത്താൽ ആ പോലീസുകാരനെ എന്ത് ചെയ്തിരിക്കണം? ഇത് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഈ വിവരം നൽകിയ ആളെ വായിച്ച് കേൾപ്പിക്കണം. ഓക്കെ. എന്നിട്ട് ആ ഒരു രജിസ്റ്റർ നമ്പരും കൊടുക്കണം. എന്ത് നമ്പറിലാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത് എന്നും പറയണം. ഇനി ഇരയായ കുട്ടിക്ക് സംരക്ഷണം നൽകുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഉടനടി ചെയ്യേണ്ടതാണ്. സംരക്ഷണം ആവശ്യമുള്ള കുട്ടിയെ ഷെൽട്ടർ ഹോമിലോ അല്ലെങ്കിൽ ആശുപത്രിയിലോ പ്രവേശിപ്പിക്കണം. റിപ്പോർട്ട് ലഭിച്ച് 24 മണിക്കൂറിനുള്ളിൽ തന്നെ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതായത് ഈ കുട്ടിയെ സംരക്ഷിക്കാനുള്ള ചുമതല പിന്നെ ആർക്കാണ്? ഈ ഒരു കുട്ടിയെ സംരക്ഷിക്കാനുള്ള ചുമതല പരാതി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കാണ്? പോലീസുകാരനാണ്. ഓക്കെ. ഈ ഏത് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്കാണോ കൊടുത്ത അവർക്കാണ് അതിനുള്ള ചുമതല. ഓക്കെ. കുട്ടിക്ക് സംരക്ഷണം നൽകുമെന്ന അപേക്ഷയും അതിൽ സ്വീകരിച്ച നടപടികളും ഉൾപ്പെടുത്തി ഒരു റിപ്പോർട്ട് 24 മണിക്കൂറിനകം ബന്ധപ്പെട്ട ജില്ലാ ശിശുക്ഷേമ സമിതിക്കും സെഷൻ കോടതിക്കും നൽകണം. തീർന്നില്ല പരിപാടി. എന്താണ്? നമ്മൾ പരാതി കൊടുത്തിട്ട് നമ്മൾ പോയി, പക്ഷെ അതോടെ തീർന്നില്ല. ഈ ഒരു സംഭവം ഇങ്ങനൊരു ഒരു പരാതി കിട്ടിയിട്ടുണ്ട് എന്നെന്താണ് ആ ഒരു പരാതിയും അതിന്റെ മേൽ സ്വീകരിച്ച നടപടിയും എന്താണ് അത് 24 മണിക്കൂറിനകം ആർക്ക് കൊടുക്കണം? അത് ആ ഒരു സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട ഏത് ജില്ലയാണോ അതുമായിട്ട് ബന്ധപ്പെട്ട ജില്ലാ ശിശുക്ഷേമ സമിതിക്കും സെക്ഷൻ കോടതിക്കും നൽകണം. ഓക്കെ ആണോ? ഇനി ഇത് കഴിഞ്ഞോ? തീർന്നില്ല. ഇനി ആ കുട്ടി ചിലപ്പോ അത്രയും വയ്യാതൊക്കെ ആയിരിക്കും വന്നത് അല്ലേ? അപ്പൊ അത്രയും അതുകൊണ്ടാണ് ഹോസ്പിറ്റലിലൊക്കെ പ്രവേശിപ്പിച്ചത്. ഇനി കുട്ടിയുടെ മൊഴി എടുക്കണം. അടുത്ത സ്റ്റെപ്പാണ് മൊഴിയെടുക്കല്. മൊഴിയെടുക്കുന്ന എങ്ങനെ വേണം? ചെന്ന് കയറി അങ്ങ് ചോദിക്കാമോ? ഏതെങ്കിലും പോലീസുകാരന് ചെന്ന് കയറിയെന്ന് ആ പറ എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. എങ്ങനെയാണ്? ഒരു കുട്ടിയുടെ വീട്ടിലോ താമസ സ്ഥലത്തോ അല്ലെങ്കിൽ അവർ നിർദ്ദേശിക്കുന്ന മറ്റൊരു സ്ഥലത്തോ വെച്ചായിരിക്കണം മൊഴി എടുക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ആ ഒരു കുട്ടിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ച് വേണം മൊഴി എടുക്കാൻ. പിന്നെന്ത് വേണം? ഒരു പെൺകുട്ടിയെയാണ് അത് തന്നെ ഒരു പെൺകുട്ടിയാണ് നമ്മൾ എന്താണ് മൊഴിയെടുക്കാൻ പോകുന്നതെങ്കിൽ എന്താണ് സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത സബ് ഇൻസ്പെക്ടർ റാങ്കിന് താഴെയല്ലാത്ത ഒരു വനിത വേണം. മനസ്സിലായോ? ഒരു വനിത വേണം പോയി മൊഴിയെടുക്കാനായിട്ട്. അല്ലാത്ത കുട്ടികൾക്കാണെങ്കിലും എന്ത് തന്നെയാ ഇങ്ങനെ പോലീസുകാർ തന്നെ ഈ സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ വേണം പോവാൻ. പക്ഷെ എന്ത് വേണം? ആരും പറഞ്ഞ കറക്റ്റ് ആണ്. എന്താണ്? വിത്തൗട്ട് യൂണിഫോം പാടില്ല. യൂണിഫോം ഇടരുത്. ഓക്കെ. യൂണിഫോം ഇടാതെ വേണം. സാധാ ഒരു വ്യക്തി പോകുന്നത് പോലെ തന്നെ ആയിരിക്കണം ഈ കുട്ടിയുടെ അടുത്ത് മൊഴി എടുക്കാനായിട്ട് പോവാൻ. ഓക്കെ. പിന്നെന്താണ്? പ്രതിയെ കുട്ടി കാണുന്നതിന് ഇടയാക്കരുത്. പ്രതിയെ കുട്ടി കാണാൻ ഇടയാക്കരുത്. പിന്നെന്താണ്? കുട്ടിയെ രാത്രികാലങ്ങളിൽ പോലീസ് സ്റ്റേഷനിൽ തടങ്കലിൽ വെക്കാനും പാടില്ല. അപ്പൊ എന്താണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? എന്താ മൂന്നാമത്തെ സ്റ്റെപ്പ്? മൊഴിയെടുക്കൽ. മൊഴിയെടുക്കൽ എങ്ങനെയാന്ന് മനസ്സിലായോ? എങ്ങനെ വേണം മൊഴിയെടുക്കാന്ന് മനസ്സിലായില്ലേ? ഓക്കെ.
ഇനി കുട്ടിയുടെ ഐഡന്റിറ്റി ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. നമ്മൾ ഏതെങ്കിലുമൊക്കെ ന്യൂസിൽ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും കുട്ടിയുടെ മുഖം കാണിക്കുന്നത്? അവിടെ ഒരുമാതിരി ബ്ലർ ആക്കിയല്ലേ കാണിക്കുന്നത്. ഇപ്പം കുട്ടികളുടെ മാത്രമല്ല സ്ത്രീകളുടെ ആണെങ്കിലും പീഡനത്തിനിരയായ സ്ത്രീകളുടെ ആണെങ്കിലും എന്താണ് മുഖം ബ്ലർ ആക്കിയാണ് കാണിക്കുന്നത് അല്ലേ? അപ്പൊ എന്താണ് ഒരു കുട്ടിയുടെ ഐഡന്റിറ്റി ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്? ഈ പരാതി കിട്ടിയ ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വമാണ്. ഓക്കെ. ഇനി കുട്ടി പറഞ്ഞ പ്രകാരം മൊഴി രേഖപ്പെടുത്തണം. പരിഭാഷ ആവശ്യമുണ്ടെങ്കിൽ ഇതിലേക്കായി യോഗ്യരായ ദ്വിഭാഷിയുടെ സേവനം പ്രയോജനപ്പെടുത്താം. മാതാപിതാക്കളുടെയോ കുട്ടി വിശ്വാസം അർപ്പിക്കുന്ന മറ്റൊരാളുടെയോ സാന്നിധ്യത്തിലായിരിക്കണം മൊഴി എടുക്കേണ്ടത്. മാനസിക ശാരീരിക വൈകല്യമുള്ള കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തുന്ന വേളയിൽ എന്താണ് ഒരു വിദഗ്ധന്റെ സേവനമോ സഹായമോ ഉപയോഗിക്കാം. ഇനി കഴിയുന്നിടത്തോളം എന്താണ് വീഡിയോ, ഓഡിയോ, മറ്റ് ഇലക്ട്രോണിക് മാർഗങ്ങളുടെ സഹായത്തോടെ മൊഴി രേഖപ്പെടുത്തേണ്ടതാണ്. ഏത് കേസിലാണ്? ഈ പറഞ്ഞ ഇങ്ങനെ വൈകല്യമൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് സ്ഥിരതയൊന്നും കാണത്തില്ല. അങ്ങനെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ എന്താ ഒരു ഉറപ്പ് വേണ്ടേ? അപ്പൊ അതിനായിട്ട് എന്താണ് ഈ ഒരു വീഡിയോ, ഇലക്ട്രിക് മാധ്യമങ്ങളൊക്കെ ഉപയോഗിക്കാം. ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും ഓക്കെ ആയോ? ഹലോ, ഇത്രയും ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പറയാം. ഇനി അനാവശ്യമായി കുട്ടിയെ എന്താണ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തരുത്. അനാവശ്യമായി കുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തരുത്. കാരണം ആ കുട്ടിക്ക് അതപ്പം പേടിയല്ലേ. കൊച്ചു പിള്ളേർക്കൊക്കെ ഈ പോലീസ് സ്റ്റേഷനൊക്കെ പേടിയായിരിക്കും അല്ലേ? അപ്പൊ അവർക്ക് പോലീസിനെ തന്നെ പേടിയാ. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി എങ്ങനെയായിരിക്കും? അപ്പൊ അനാവശ്യമായിട്ട് കുട്ടികളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തരുത്. കുട്ടിയുടെ അന്തസ്സിന് കോട്ടം വരുത്തുന്നതോ ചൊടിപ്പിക്കുന്നതോ ആയിട്ടുള്ള ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? ഇപ്പം കുട്ടിയുടെ അന്തസ്സിന് കോട്ടം വരുത്തുന്നതോ ചൊടിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ചില പോലീസുകാർ മോശമായിട്ടാണ് പെരുമാറുന്നത്. അങ്ങനെ ഒന്നും എന്താണ് ഒരു കുട്ടിയുടെ എപ്പോഴും സ്നേഹത്തോടെ വേണം പെരുമാറാനായിട്ട്. കുട്ടിക്ക് അഭിഭാഷകന്റെയോ മറ്റു വ്യക്തികളുടെയോ സേവനം പ്രയോജനപ്പെടുത്താൻ അർഹതയുണ്ടെന്ന് അവരെ അറിയിക്കേണ്ടതും ആരുടെ ചുമതലയാണ്? ഈ ഒരു പോലീസ്, നമ്മൾ പരാതി കൊടുത്ത ആ ഒരു പോലീസുകാരന്റെ ചുമതലയാണ്. പോലീസ് റിപ്പോർട്ടിന്റെ പകർപ്പ് എന്നിട്ട് എന്താണ് സൗജന്യമായിട്ട് നൽകണം. ഇത്രയും ചെയ്തതിന് ശേഷം ഈ പോലീസുകാരുടെ റിപ്പോർട്ടിന്റെ പകർപ്പ് ആർക്കാണ്? ഈ പരാതി കൊടുത്ത ആൾക്ക് അല്ലെങ്കിൽ എന്താണ് ആർക്കാണോ ആവശ്യമുള്ളത് അവർക്ക് സൗജന്യമായിട്ട് നൽകണം. ഓക്കെ ആണോ? ഇത്രയാണ് ഒരു പോലീസുകാരൻ സ്വീകരിക്കേണ്ട നടപടികൾ. അപ്പം ഒരു പരാതി കിട്ടിയാൽ പോലീസുകാരൻ എന്തൊക്കെ നടപടി സ്വീകരിക്കണം? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി കുറ്റകൃത്യങ്ങൾ നടക്കുന്നുവെന്ന് അറിഞ്ഞിട്ടും എന്ത് ചെയ്തില്ല? റിപ്പോർട്ട് ചെയ്തില്ല. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും, ആരുടെയും പേര് ഞാൻ പറയുന്നില്ല. ഓക്കെ. അപ്പൊ കുറ്റകൃത്യങ്ങൾ നടക്കുന്നു എന്ന് അറിഞ്ഞിട്ടും എന്താണ് നമ്മുടെ വീടിന്റെ അപ്പുറത്ത് ഒരു കുറ്റകൃത്യം നടക്കാൻ പോകുന്നു അല്ലെങ്കിൽ നടക്കുന്നു, എന്നിട്ട് നമ്മളെല്ലാരും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതല്ലാതെ നമ്മൾ ആരെ അറിയിച്ചില്ല. അങ്ങനെയാണെങ്കിൽ അത് കുറ്റകരമാവുമോ? ആവും. എന്താണ് കുറ്റകൃത്യങ്ങൾ നടക്കുന്നു എന്ന് അറിഞ്ഞിട്ടും നമ്മളത് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അതെന്താണ്? അത് കുറ്റകരമാണ്. 6 മാസം വരെ തടവോ പിഴ ശിക്ഷയോ അല്ലെങ്കിൽ രണ്ടും കൂടെ കിട്ടാവുന്ന ഒരു ശിക്ഷയാണ് ഏത്? ഈ കുറ്റകൃത്യം നടക്കുന്നു എന്നറിഞ്ഞിട്ട് നമ്മളത് റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ. ഓക്കെ. ഏതെങ്കിലും സ്ഥാപനത്തിന്റെ അധികാരി കീഴ് ജീവനക്കാരൻ നടത്തിയ കുറ്റകൃത്യത്തെ റിപ്പോർട്ട് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയാൽ അത് പക്ഷെ 1 വർഷം കിട്ടുന്ന ശിക്ഷയാണ്. ഓക്കെ. അപ്പൊ നമ്മളെ വീടിന്റെ അപ്പുറത്ത്, സാധാരണ നമ്മളെ വീടിന്റെ അപ്പുറത്ത് ചിലപ്പോൾ വഴക്കൊക്കെ നടന്നില്ലേ, കൊച്ചിനെ എടുത്തിട്ട് അടിച്ച് കെട്ടിയിട്ട് തല്ലി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ നമ്മൾ വാർത്തയിൽ കാണാറുള്ളതല്ലേ. കൊച്ചിനെ ചട്ടുക വെച്ച് പൊള്ളിച്ച് എന്താണ് എടുത്തിട്ട് അടിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞ്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് നമ്മളത് റിപ്പോർട്ട് ചെയ്തു, അതൊന്നും ഇവിടെ ഇല്ലേ? അത് നമ്മളന്ന് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്താണ് 6 മാസം വരെ. കൊല്ലത്ത് അങ്ങനൊന്നുമില്ല. കൊല്ലമൊക്കെ നല്ല സ്ഥലമാണ്. ഓക്കെ. അപ്പൊ എന്താണ് ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ 6 മാസം ശിക്ഷ. എന്നാൽ ഇതൊരു സ്ഥാപനമാണ്. ഞാൻ സ്ഥാപനത്തിന്റെ മേലുദ്യോഗസ്ഥനാണ്. ഇപ്പൊ ഇവിടുത്തെ കീഴുദ്യോഗസ്ഥൻ തെറ്റ് ചെയ്തു, ഈ കുട്ടിക്ക് ഇതെടുത്ത് മോശമായിട്ട് പെരുമാറി, അത് ഞാൻ റിപ്പോർട്ട് ചെയ്തില്ല, ഈ മേലുദ്യോഗസ്ഥൻ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ എന്താണ്? അയാൾക്ക് 1 വർഷം വരെ കിട്ടാവുന്ന ശിക്ഷയാണ്. ഓക്കെ. 1 വർഷം വരെ തടവ് കിട്ടുന്ന ശിക്ഷയാണ് ഈ പറഞ്ഞത്. ഓക്കെ അല്ലേ? ഇത്ര ഓക്കെ അല്ലേ? ഇനി ഈ നിയമത്തിന് കീഴിലുള്ള കുറ്റങ്ങൾക്ക് ഇരയായ കുട്ടി ആ കുട്ടിയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിന് മാധ്യമങ്ങൾക്ക് വിലക്കുണ്ടോ? ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ ഒരു നിയമത്തിന്റെ കീഴിലുള്ള കുറ്റത്തിന് ഇരയായ കുട്ടി ആ കുട്ടിയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ മാധ്യമങ്ങൾക്ക് വിലക്കുണ്ടോ? ഉണ്ട്. നമ്മളൊന്ന് ന്യൂസ് തന്നെ ഇട്ടു നോക്കിയാൽ മതി. ഇതിനൊക്കെയുള്ള ന്യൂസുകൾ കേൾക്കുമ്പോൾ അറ്റവും മൂല്യമായിരിക്കും പറയുന്നല്ലേ. ഈ കുട്ടി, ഇരയായ കുട്ടി അല്ലെങ്കിൽ എന്താണ് ആ മറ്റേ പ്രതിയുടെ പേരും ഡീറ്റെയിൽസും എല്ലാം പറയും. പക്ഷെ ഈ കുട്ടിയുടെ ഒരു കാര്യവും പറയത്തില്ല.
കുട്ടി ഇരയായി എന്ന് മാത്രമേ പറയത്തുള്ളൂ അല്ലേ? അപ്പൊ എന്താണ്, വിലക്കില്ലായിരുന്നെങ്കിൽ അവർ കൊട്ടി ഘോഷിച്ചേനെ. അപ്പൊ എന്താണ്, ഒരു കുട്ടിയെ അപകീർത്തിപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ അവരുടെ സ്വകാര്യതയ്ക്ക് കോട്ടം വരുത്തുന്നതോ ആയ യാതൊരു റിപ്പോർട്ടും പാടില്ല. കുട്ടിയുടെ പേര്, മേൽവിലാസം, ഫോട്ടോ, കുടുംബത്തിന്റെയോ അയൽവാസിയുടെ വിവരങ്ങൾ ഇതൊന്നും നൽകാൻ പാടില്ല. എന്നാൽ ഈ വിവരങ്ങൾ കുട്ടിയുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണെന്ന് കോടതിക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും കാരണത്താൽ എന്താണ് ഈ ഒരു വിവരം നൽകണം, ഈ ഒരു വിവരം നൽകിയേ പറ്റൂ, അത് കുട്ടിയുടെ താല്പര്യത്തിന് സംരക്ഷിക്കുന്നെന്ന് കോടതിക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ മാത്രം എന്താണ് ചില ആവശ്യമായ കേസുകളിൽ നൽകാം. ഓക്കെ ആണോ? എന്നാൽ ഈ ഒരു സംഭവം, ഈ ഒരു ന്യൂസുകാരൻ എന്താണ്, ഇപ്പൊ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു ന്യൂസിൽ ഈ കുട്ടിയുടെ ഫോട്ടോയോ അല്ലെങ്കിൽ ഡീറ്റെയിൽസോ ഒക്കെ കൊടുത്തു എന്ന് വെച്ചോ. അപ്പൊ അതെന്താണ്, അയാൾക്ക് എത്ര ശിക്ഷ കിട്ടും? ആ ഒരു വ്യവസ്ഥ ലംഘിക്കുന്നവർക്ക് 6 മാസത്തിൽ കുറയാതെയുള്ളതോ 1 വർഷം വരെ ആകുന്നതോ ആയിട്ടുള്ള തടവ് ശിക്ഷയും പിഴ ശിക്ഷയും രണ്ടും കൂടിയോ ലഭിക്കുന്നതാണ്. അപ്പൊ ഈ ഈ ഒരു നിയമപ്രകാരം എന്താണ്, മാധ്യമങ്ങൾക്ക് വിലക്കുണ്ട്. എന്നാൽ ഇത് ലംഘിച്ചാൽ എത്രയാണ്, 6 മാസം മുതൽ 1 വർഷം വരെ തടവോ അല്ലെങ്കിൽ പിഴയോ ലഭിക്കും. ഇനി ഇരയായ പെൺകുട്ടിയുടെ വൈദ്യ പരിശോധന നടത്തുന്നതിനുള്ള നടപടിക്രമം. വൈദ്യ പരിശോധന എങ്ങനെയാണ് നടത്തേണ്ടത്? ഒരു വനിതാ ഡോക്ടറാണ് പരിശോധന നടത്തേണ്ടത്. അപ്പൊ ആരാണ്? വനിതാ ഡോക്ടറാണ് പരിശോധന നടത്തേണ്ടത്. പ്രഥമ സ്റ്റേറ്റ്മെന്റോ പരാതിയോ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ കൂടി എന്താണ്, പരിശോധന നടത്തണം. ഈ ഒരു അത്യാവശ്യ ഘട്ടത്തിലായിരിക്കും കൊണ്ടുവരുന്നത്. അത്രയും മോശമായിട്ടുള്ള സാഹചര്യത്തിൽ കൊണ്ടുവരുമ്പോ ഇത് പരാതി കിട്ടിയില്ല, പ്രഥമ വിവരങ്ങളൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യൂല എന്നൊന്നും പറയാനൊന്നും പറ്റൂല. ഒരു പ്രഥമ വിവര സ്റ്റേറ്റ്മെന്റോ പരാതിയോ കിട്ടിയില്ലെങ്കിൽ പോലും ഈ ഒരു പരിശോധന നടത്തണം. മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ കുട്ടി വിശ്വാസം അർപ്പിക്കുന്ന ഒരാളുടെ സാന്നിധ്യത്തിൽ വേണം നടത്താൻ. അങ്ങനെ ഒരാളില്ലാത്ത സാഹചര്യം എപ്പോഴാണ്? ഈ മാതാപിതാക്കൾ തന്നെ കുറ്റക്കാരായിട്ട് വരുന്ന കേസുകളൊക്കെ ഇല്ലേ? അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർക്ക് അങ്ങനെ ഒരാൾ കാണത്തില്ല. അങ്ങനെ ഒരാൾ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഒരു ആശുപത്രിയുടെ മേലധികാരിയായിട്ടുള്ള ഡോക്ടർ നിർദ്ദേശിക്കുന്ന മറ്റൊരു വനിതയുടെ സാമീപ്യത്തിൽ വേണം പരിശോധന നടത്താൻ. ആണോ? അല്ലേ? ഇനി ഈ ഒരു നമ്മൾ പറഞ്ഞു, നമ്മുടെ ഈ ഒരു നിയമത്തിൽ എന്താണ്, പ്രത്യേക കോടതി വേണമെന്ന് ശുപാർശ ചെയ്യുന്നുണ്ട് അല്ലേ? ഈ ഒരു പോക്സോ ആക്ടിനകത്ത്, പോക്സോ ആക്ട് 2012 എന്ത് പറയുന്നുണ്ട്? ഈ ഒരു നിയമങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ഒരു പ്രത്യേക കോടതി വേണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു കോടതി ഏതാണ്? ഏത് കോടതിയിലാണ് ഈ കേസുകൾ കൈകാര്യം ചെയ്യുന്നത്? ഏതാണ്? കേസുകൾ വേഗത്തിൽ വിചാരണ ചെയ്യുന്നതിനുള്ള കോടതികളെയാണ് പ്രത്യേക കോടതികൾ എന്ന് പറയുന്നത്. പോക്സോ, അത് തന്നെ. അതാണ് ഏത് കോടതിയാണ്? എറണാകുളം ജില്ലയിലാണ് ഈ കോടതി ഉള്ളത് കേട്ടോ. എറണാകുളം ജില്ലയില് ജില്ലാ അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെക്ഷൻ കോടതിയാണ് ഈ ആക്ടിന് കീഴിൽ ഈ ലൈംഗിക കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഏതാണ്? ഈ അടുത്തൊക്കെ വന്നതായിരിക്കും. 2012 പറയുന്നുണ്ടേ. 2012 ആക്ടിൽ പറയുന്നുണ്ട്. എനിക്കറിയത്തില്ല. എറണാകുളം ജില്ലയിൽ ജില്ലാ അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെക്ഷൻ കോടതിയാണ് 2022 എറണാകുളം ജില്ലയിലെ ജില്ലാ അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെക്ഷൻ കോടതിയാണ് ഈ കേസുകൾ കൈകാര്യം ചെയ്യാനായിട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നോക്കാം. അപ്പൊ ഇത് അല്ലേ? അപ്പൊ പ്രത്യേക കോടതി ഏതാണെന്ന് അല്ലേ? ഇനി ലൈംഗിക പീഡന കുറ്റം നടത്തുന്നതിന് കുട്ടികൾക്കെതിരെയുള്ള നടപടിക്രമം എന്താണ്? ലൈംഗിക പീഡന കുറ്റം നടത്തുന്ന ഒരു കുട്ടിയാണ് നടത്തുന്നതെങ്കിൽ ആ കുട്ടിയെ എങ്ങനെ ശിക്ഷിക്കും? 18 വയസ്സിന് താഴെയുള്ളവരെയാണ് കുട്ടികളായിട്ട് പരിഗണിക്കുന്നത്. എന്നാൽ ഈ ഒരു കുറ്റം ചെയ്തത് മറ്റൊരു കുട്ടിയാണ് എങ്കിൽ ആ കുട്ടിക്കെതിരെ എന്താണ് നടപടി? കുറ്റം ചെയ്യുന്ന കുട്ടിയെ 2000 ബാലനീതി ആക്ട് പ്രകാരം വിചാരണ ചെയ്യേണ്ടതാണ്. ബാലനീതി ആക്ട് നമ്മൾ പെയ്ഡ് ബാച്ചിൽ എടുത്തായിരുന്നു. അപ്പൊ കുറ്റം ചെയ്യുന്ന കുട്ടിയെ 2000 ബാലനീതി ആക്ട് പ്രകാരമാണ് വിചാരണ ചെയ്യേണ്ടത്. കുറ്റം ചെയ്ത ആളുടെ പ്രായപൂർത്തി സംബന്ധിച്ച അവ്യക്തത ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അറിയത്തില്ല, ഈ കുട്ടി അല്ലെങ്കിൽ ഈ കുട്ടിയെ സംരക്ഷിക്കുന്നവരെന്താണ് അത് പ്രകടിപ്പിക്കുന്നില്ല, അതിനുള്ള വിവരങ്ങളൊന്നും നൽകുന്നില്ല, അതിനുമായിട്ട് ബന്ധപ്പെട്ട രേഖകളൊന്നും ഇല്ല. അപ്പൊ എത്ര വയസ്സാണ് ഈ കുട്ടിക്ക് എന്ന് അറിയത്തില്ല എന്ന് വെച്ചാൽ മിക്കവരും കുറ്റകൃത്യം ചെയ്തിട്ട് 18, 19, 20 വയസ്സുള്ളവർ പറയാം എനിക്ക് 18 വയസ്സായിട്ടില്ല
എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടല്ലോ, ആ സാഹചര്യത്തിൽ എന്താണ് കോടതിക്ക് തീരുമാനിക്കാം. മനസ്സിലായോ? ഈ ഒരു സാഹചര്യത്തിൽ കോടതിക്ക് തീരുമാനിക്കാം ഈ ഒരു കുട്ടിയുടെ പ്രവർത്തനം, ഈ ഒരു ആളുടെ സംസാര രീതിയും പെരുമാറ്റവും ഒക്കെ വെച്ചിട്ട് കോടതിക്ക് തീരുമാനിക്കാം ഇയാൾക്ക് എത്ര വയസ്സുണ്ടെന്ന്. അല്ലെങ്കിൽ എന്താണ്, ഇതൊരു വൈദ്യപരിശോധനയുണ്ട്, ഇതിന് ഒരു വൈദ്യപരിശോധനയുണ്ട്, അതിനയക്കുക. ഇതെല്ലാം ആരാ തീരുമാനിക്കുന്ന? അത് കോടതിയാണ് തീരുമാനിക്കുന്നത്. കോടതി തീരുമാനിക്കുന്ന പോലെയായിരിക്കും ഇയാൾക്ക് കൊടുക്കുന്ന ശിക്ഷ. എന്നാൽ കുറച്ചു നാൾ കഴിയുമ്പം പ്രായപൂർത്തി സംബന്ധിച്ച് കറക്റ്റ് ആയിട്ട് രേഖ കിട്ടി, കോടതിയുടെ തീരുമാനം തെറ്റായിരുന്നു എന്നെങ്കിൽ പോലും എന്താണ്, ഈ ശിക്ഷയിൽ മാറ്റം ഒന്നും ഉണ്ടാവത്തില്ല. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോടെ? ഇത് ഇത്തിരി ഒരു വട്ടുപിടിച്ച ടോപ്പിക്കാണ് ഈ ആക്ടുകൾ. ഓക്കെ, അപ്പൊ ഇത് നന്നായിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഫാക്ടുകൾ മാത്രമല്ലേ ഉള്ളൂ, ബാക്കിയൊക്കെ ഒരു കഥ പോലെ അങ്ങ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, വിചാരണ അവസാനിപ്പിക്കുന്നതിനുള്ള കാലാവധി. നമ്മൾ സാധാരണ ഒരു കേസ് കോടതിയിൽ പോയി, ഇപ്പൊ വസ്തു തർക്കമോ അങ്ങനെയുള്ള കേസുകളൊക്കെ കോടതിയിൽ പോയാൽ വർഷങ്ങൾ എടുക്കും അല്ലേ? വർഷങ്ങൾ എടുക്കും ഇത് തീരാനായിട്ട്. പക്ഷേ ഒരു പോക്സോ ആക്ടുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസ് കോടതിയിൽ പോയാൽ എത്ര സമയത്തിനകം അത് തീർക്കണം എന്ന് ഒരു വ്യവസ്ഥ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ വിചാരണക്കെടുക്കുന്ന തീയതി എന്നാണോ ഈ കേസ് വിചാരണക്കെടുത്തത്, ആ തീയതി മുതൽ 30 ദിവസത്തിനകം കുട്ടിയുടെ തെളിവ് രേഖപ്പെടുത്തേണ്ടതാണ്. കുട്ടിയായിട്ട് ബന്ധപ്പെട്ട തെളിവുകൾ എന്താണ് 30 ദിവസത്തിനകം രേഖപ്പെടുത്തണം. പിന്നെന്താണ്, വിചാരണ അവസാനിപ്പിക്കാൻ കാലതാമസമുണ്ടെങ്കിൽ അതിന്റെ കാരണവും രേഖപ്പെടുത്തണം. പിന്നെന്താണ്, കഴിയുന്നിടത്തോളം വിചാരണക്കെടുത്ത തീയതി മുതൽ 1 വർഷത്തിനകം അത് പൂർത്തിയാക്കണം. അപ്പൊ എത്രയാണ് പറയുന്നത്? ഇത് വിചാരണക്കെടുത്ത തീയതി മുതൽ 30 ദിവസത്തിനകം തെളിവ് നൽകണം. പിന്നെന്താണ്, അത് ലേറ്റ് ആവുകയാണെങ്കിൽ അതിനുള്ള കാരണം രേഖപ്പെടുത്തണം. മാക്സിമം എത്രയാണ്? 1 വർഷത്തിനകം അത് പൂർത്തിയാക്കണം. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഇനി വിചാരണ വേളയിൽ കുട്ടിക്കുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ്? ഇതാണ് കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ഭാഗം കേട്ടോ. കഴിഞ്ഞ പ്രിലിംസിനല്ലേ ചോദിച്ചത്? പ്രിലിംസിനോ മെയിൻസിനോ ഏതിനൊക്കെയോ ചോദിച്ചായിരുന്നു. അപ്പൊ ഈ ഒരു ഭാഗത്തു നിന്നാണ് ചോദ്യം വന്നത്. വിചാരണ വേളയിൽ കുട്ടിക്കുള്ള അവകാശങ്ങൾ എന്താണ്? സ്വകാര്യ വിചാരണയാണ് കുട്ടിക്ക് നൽകുന്നത്. സ്വകാര്യ വിചാരണ, അതായത് ഇൻ ക്യാമറയാണ് ഈ നിയമം അനുശാസിക്കുന്നത്. മാതാപിതാക്കളുടെയോ കുട്ടി വിശ്വാസം അർപ്പിക്കുന്ന മറ്റൊരാളുടെയോ സാന്നിധ്യത്തിൽ വിചാരണ നടത്തണം. കോടതി മുറിയിലല്ലാത്ത മറ്റേതെങ്കിലും സ്ഥലത്ത് വെച്ച് തെളിവ് ശേഖരിക്കുന്നുണ്ടെങ്കിൽ അതിനായി കോടതിക്ക് ഒരു കമ്മീഷനെ നിയമിക്കാം. തെളിവ് രേഖപ്പെടുത്തുന്ന സമയത്ത് കുട്ടിയെ പ്രതിക്ക് മുന്നിൽ വെളിപ്പെടുത്താൻ പാടില്ല. ഇപ്പൊ എന്താ പറയുന്നത്? ഇൻ ക്യാമറ അല്ലെങ്കിൽ സ്വകാര്യ വിചാരണയാണ് ഈ ഒരു നിയമം പറയുന്നത്. ഈ ഒരു നിയമം കുട്ടിക്ക് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ കോടതിക്കകത്തൊന്നും വരേണ്ട, ക്യാമറ വഴിയായിരിക്കും. പിന്നെന്താണ്, ഈ കോടതിയുടെ മുറിയിലല്ലാത്ത മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് തെളിവ് ശേഖരിക്കാൻ കൊണ്ടുപോകണമെങ്കിൽ എന്താണ്, അതിനായിട്ട് കോടതി ഒരു പ്രത്യേക കമ്മീഷനെ നിയമിക്കും. അതും എന്താണ്, പ്രതിക്ക് മുന്നിലൊന്നും കൊണ്ടുപോകാൻ പാടില്ല. എന്നാൽ കുട്ടിയുടെ മൊഴി പ്രതിക്ക് കേൾക്കുന്നതിനും പ്രതിയുടെ അഭിഭാഷകനുമായി ആശയവിനിമയം നടത്തുന്നതിനും സൗകര്യം ഒരുക്കണം. എന്നാൽ ഈ ഒരു വിചാരണ വേളയിൽ തിരിച്ചെന്താണ്, കുട്ടിയോട് ഈ പ്രതിഭാഗം വക്കീലിന് ചോദ്യങ്ങളൊന്നും ചോദിക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ ഇതിനായി വീഡിയോ കോൺഫറൻസിംഗ്, കണ്ണാടി, കർട്ടൻ എന്നീ മാധ്യമങ്ങൾ ഉപയോഗിക്കാം. സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന കുടുംബത്തിലെ കുട്ടിക്കാണെങ്കിൽ എന്താണ്, അഭിഭാഷകനെ സൗജന്യമായിട്ട് തന്നെ നൽകണം. അതിനായിട്ട് എന്ത് ചെയ്യണം? അതിനായി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിക്കണം. ഓക്കെ, അപ്പൊ എന്താണ് കുട്ടിക്ക് നൽകുന്ന അവകാശങ്ങൾ? വിചാരണ വേളയിൽ കുട്ടിക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ട്? കുട്ടിക്ക് കോടതിയിൽ പോയി സാധാരണ ഒരു വാദിയും പ്രതിയും നിൽക്കുന്ന കണക്കൊന്നും പോയി നിന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. കുട്ടിക്ക് എന്താണ്, ഇൻ ക്യാമറയായിട്ട് തന്നെ കാര്യങ്ങൾ പറയാം. അതായത് സ്വകാര്യമായിട്ട് തന്നെ സ്വകാര്യ വിചാരണയിലൂടെ പറയാം. പക്ഷെ ഈ കുട്ടി പറയുന്ന എല്ലാം ആർക്ക് കേൾക്കാം? ഈ പ്രതിക്കും പ്രതിഭാഗം വക്കീലിനും ഒക്കെ കേൾക്കാൻ പറ്റും. തിരിച്ച് കുട്ടിയുടെ അടുത്തൊന്നും കുട്ടിയതാക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെന്താണ്, അഭിഭാഷകനെ ഏർപ്പാടാക്കാൻ കഴിവില്ലാത്ത, അതായത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ എന്ത് ചെയ്യണം? ആ കുട്ടിക്ക് സൗജന്യ നിയമസഹായം ലഭിക്കും. അത് ലഭിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം? ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിക്കണം. അപ്പൊ ഇത്രയും ഓക്കെ ആയോടെ? ആരും മിണ്ടുന്നില്ലല്ലോ. ഉറങ്ങുവാണോ? ഹലോ, ആരെങ്കിലും ഒരു മെസ്സേജ് ഇട്ടേ. ഓക്കെ, ഉണ്ട്.
ഇനി അടുത്ത നിയമ അവബോധം സൃഷ്ടിക്കാനുള്ള ബാധ്യത. ഈ ഇപ്പൊ ഒരു കുട്ടി ഒരു സാധാരണ പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ എന്താണ് വലിയ വിദ്യാഭ്യാസവും കാര്യങ്ങളും ഒന്നുമില്ല. അത് എനക്ക് നമ്മളെ പോലെ PSC ഒന്നും പഠിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് ഈ നിയമം വല്ലതും അറിയായിരിക്കോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഒരു ഇമ്പോർട്ടന്റ് ആക്ട് നമുക്ക് പഠിക്കാനുള്ളത് വരെ നമുക്ക് ഈ നിയമം വല്ലതും അറിയാവോ? അറിയത്തില്ലല്ലോ. അതുപോലെ നിയമത്തെ പറ്റി വലിയ ധാരണയൊന്നും ഇല്ലാത്ത ആളുകളുടെ കുട്ടികൾക്കാണ് പ്രശ്നം വരുന്നതെന്ന് വെച്ചോ. അപ്പൊ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരിക്കും. അപ്പൊ അങ്ങനെ സമൂഹത്തിന് ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാനുള്ള ബാധ്യത ആർക്കാണ്? നിയമ അവബോധം സൃഷ്ടിക്കാനുള്ള ബാധ്യത ആർക്കാണ്? ആർക്കാണ്? ആരാണ് ഈ നിയമത്തെ പറ്റി അവബോധം മറ്റുള്ളവർക്ക് ഉണ്ടാക്കേണ്ടത്? സർക്കാരാണ്. നിയമ അവബോധം സൃഷ്ടിക്കാനുള്ള ബാധ്യത ആർക്കാണ്? സർക്കാരിനാണ്. ഇതിനായി കൃത്യമായ ഇടവേളയിൽ ടെലിവിഷൻ, പത്രമാധ്യമം തുടങ്ങിയ മാധ്യമങ്ങളിലൂടെ എന്ത് ചെയ്യണം? പ്രചാരം നൽകണം. അത് നമ്മൾ കാണാറില്ലേ? പുകവലി പാടില്ല, കുട്ടികൾക്കെതിരെയുള്ള അക്രമം പാടില്ല, സ്ത്രീകൾക്കെതിരെ പാടില്ല എന്നൊക്കെ പറഞ്ഞ ഇടയ്ക്ക് പരസ്യങ്ങളൊക്കെ തന്നെ വരത്തില്ലേ? അതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ആരാ നൽകുന്നത്? ഇത് സർക്കാരാണ് നൽകുന്നത്. പിന്നെന്താണ്? ഇങ്ങനെ ഒരു പ്രചാരം നൽകിയിട്ട് മാതാപിതാക്കളെയും എന്താണ് കുട്ടികളെ എല്ലാം ബോധവാന്മാരാക്കണം. സർക്കാർ ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ, മറ്റ് ബന്ധപ്പെട്ടവർ തുടങ്ങിയവർക്കാണ് ഈ നിയമം നടപ്പിലാക്കുന്നതിനുള്ള എന്താണ് അധികാരമുള്ള അല്ലെ? ഈ ഒരു നിയമം നടപ്പിലാക്കുന്നത് ഇവരൊക്കെ ആയിരിക്കും. ആരാണ്? സർക്കാർ ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും മറ്റ് ബന്ധപ്പെട്ടവരൊക്കെ ആയിരിക്കും ഇത് നടപ്പിലാക്കുന്നത്. അപ്പൊ അവർക്കത് നടപ്പിലാക്കണമെങ്കിൽ അവർക്ക് പരിശീലനം വേണ്ടേ? അപ്പൊ അവർക്ക് പരിശീലനം നൽകുന്നത് ആരായിരിക്കും? പരിശീലനം നൽകുന്നതും സർക്കാരാണ്. അപ്പം നിയമ അവബോധം സൃഷ്ടിക്കുന്ന ആരാണ്? സർക്കാരാണ്. ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്ന ആരാണ്? ആരുടെ ചുമതലയാണ്? അതും സർക്കാരിന്റെ ചുമതലയാണ്. ഓക്കെ ആയില്ലേ? അപ്പൊ നമ്മുടെ ആക്ട് തീർന്നു കേട്ടോ. ഇനി ഒരേ ഒരു പോയിന്റും കൂടെ ഉള്ളൂ. ഈ നിയമവും അനുബന്ധ വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നത് സെക്രട്ടേറിയറ്റിലെ ഏതു വകുപ്പാണ്? ഏതു വകുപ്പായിരിക്കും? ഏതു വകുപ്പായിരിക്കും? ബാലാവകാശം, ബാലന്മാരും സമൂഹമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ ഇതൊക്കെ. അപ്പൊ ഏത് വകുപ്പായിരിക്കും? സാമൂഹിക നീതി വകുപ്പ്. ഏതാണ്? സെക്രട്ടേറിയറ്റിലെ സാമൂഹിക നീതി വകുപ്പാണ് ഈ ഒരു നിയമവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ പോക്സോ ആക്ട്. ഓക്കെ, പോക്സോ ആക്ട് ഇത്രയേ ഉള്ളൂ. ഇനി എന്താണ്? ഇനി 2019 അമെൻമെന്റ് നോക്കണം. 2019 ഈ പോക്സോ അമെൻമെന്റ് എന്നാണ് ലോകസഭയിൽ പാസ്സാക്കിയത്? എന്നാണ് ലോകസഭയിൽ പാസ്സാക്കിയത്? എന്നാ പാസ്സാക്കിയെന്ന് അറിയോ? 2019 ഓഗസ്റ്റ് 1. 2019 ഓഗസ്റ്റ് 1-നാണ് ഈ ഒരു നിയമം ലോകസഭയിൽ പാസ്സാക്കിയത്. ഓക്കെ, അപ്പൊ രാജ്യസഭയിൽ എന്നാണ്? രാജ്യസഭയില് ജൂലൈ 24-നാണ്. ജൂലൈ 24, 2019 ജൂലൈ 24-നാണ് രാജ്യസഭ. അപ്പൊ എവിടെയായിരിക്കും ആദ്യം? ജൂലൈ കഴിഞ്ഞിട്ടല്ലേ ഓഗസ്റ്റ് വരൂ. അപ്പൊ ആദ്യം രാജ്യസഭയിലാണ് അവതരിപ്പിച്ചത്. ഓക്കെ, അപ്പൊ പോക്സോ ആക്ട് എന്താണ് 2019 രാജ്യസഭയിൽ പാസ്സാക്കിയത് 2019 ജൂലൈ 24-നാണ്. ലോകസഭയില് 2019 ഓഗസ്റ്റ് 1. അങ്ങനെയാണെങ്കിൽ ഈ ഒരു നിയമമാകണമെങ്കിൽ എന്ത് വേണം? ലോകസഭയിലും രാജ്യസഭയിലും പാസ്സാക്കിയാൽ മാത്രം മതിയോ? ഒരു നിയമമാവുന്നത് എപ്പോഴാ? ഒരു ബില്ല് നിയമമാവുന്ന എപ്പോഴാണ്? നിയമമല്ല, ഒരു ബില്ല് നിയമമാവുന്ന എപ്പോഴാണ്? പ്രസിഡന്റ് സൈൻ ചെയ്യുമ്പോഴാണ് അല്ലെ? അപ്പൊ ഒരു പ്രസിഡന്റ് സൈൻ ചെയ്ത് നിയമമാക്കിയത് ഈ ഒരു ആക്ട് പ്രസിഡന്റ് സൈൻ ചെയ്ത് നിയമമാക്കിയത് എന്നാണ്? 2019 ഓഗസ്റ്റ് 5 എന്നാണ്. 2019 ഓഗസ്റ്റ് 5-നാണ് ഈ പോക്സോ ആക്ട് പ്രസിഡന്റ് സൈൻ ചെയ്ത് അംഗീകാരം നൽകിയത്. ഓക്കെ, 2019 ഓഗസ്റ്റ് 5. ഇനി ഈ ഒരു നിയമത്തിന് ഭേദഗതി വരുത്തി. ഈ ഭേദഗതി എന്നാണ് നിലവിൽ വന്നത്? ഭേദഗതി നിലവിൽ വന്ന എന്നാണ്? പ്രസിഡന്റ് സൈൻ ചെയ്തെങ്കിലും ചില കാര്യങ്ങൾ നിലവിൽ വരാൻ കുറച്ചുകൂടെ ലേറ്റ് ആവും. അതെന്നാന്ന് ചോദിച്ചാൽ തൊട്ടടുത്ത ദിവസം 2019 ഓഗസ്റ്റ് 6. 2019 ഓഗസ്റ്റ് 6-നാണ് ഈ ഒരു ഭേദഗതി നിലവിൽ വന്നത്. ഓക്കെ, ഭേദഗതി ബില്ലിന്റെ കാര്യമാണ് പറഞ്ഞത്. ഓഗസ്റ്റ് 9 അല്ല, ഓഗസ്റ്റ് 6. ഓഗസ്റ്റ് 6-നാണ് കേട്ടോ. തൊട്ടടുത്ത ദിവസം. സാധാരണ നമ്മൾ നിയമത്തിലൊക്കെ പഠിക്കാറുണ്ട് എന്താണ്? ഈ പ്രസിഡന്റ് സൈൻ ചെയ്ത അപ്പം തന്നെ നിയമം. ഇതെന്താണ്? നിലവിൽ വരാനായിട്ട് ഒരു ദിവസം ലേറ്റ് ആയി. അതൊക്കെ ലേറ്റ് ആവും, അത്രയൊക്കെ വേണം. ഓക്കെ, ഇനി എന്തൊക്കെ മാറ്റമാണ് ഈ അമെൻമെന്റിൽ? എന്ത് മാറ്റമാണ് ഉണ്ടായത്? ഇപ്പം ചൈൽഡ് പ്രോണോഗ്രഫി ഇല്ലേ? ചൈൽഡ് പ്രോണോഗ്രഫി, യൂസ് ഓഫ് ചിൽഡ്രൻസ് ഫോർ പ്രോണോഗ്രഫിക് പർപ്പസ്
അത് എത്രയാണ്? മിനിമം 5 വർഷമായിരുന്നു. നമ്മൾ പറഞ്ഞു മിനിമം 5 വർഷമാണ് മാക്സിമം 5 വർഷമാണ് 2012 ആക്ടിൽ പറഞ്ഞത്. അത് അമെൻമെന്റ് ചെയ്ത് എത്രയാക്കി? മിനിമം 5 എന്നാക്കി. മിനിമം 5, മാക്സിമം അല്ല, മിനിമം 5 എന്നാക്കി മാറ്റി. അതിൽ കൂടുതൽ എത്ര വേണേലും നൽകാം, അത് കോടതിക്ക് തീരുമാനിക്കാം. ഓക്കെ. ഇനി നമ്മൾ പറഞ്ഞു എന്താണ്? ലൈംഗിക പീഡനമാണ് പറയുന്നതെങ്കിൽ ലൈംഗിക പീഡനം മാക്സിമം 10 വർഷം അല്ലെങ്കിൽ എന്താണ് ജീവപര്യന്തമായിരുന്നു. ഒന്നുകൂടെ പറയണ ഏതാണ്? ഏതാ ഒന്നുകൂടെ പറയേണ്ടത്? ഏതാ? എവിടെ തൊട്ടാന്ന് പറ. ഈ എന്താണ് മാറ്റം വരുത്തിയെന്നാണോ പറയേണ്ടത്? ആ, ചൈൽഡ് പ്രൊണോഗ്രഫി അല്ലെങ്കിൽ യൂസ് ഓഫ് ചിൽഡ്രൻ ഫോർ പ്രൊണോഗ്രഫിക് പർപ്പസ്. യൂസ് ഓഫ് ചിൽഡ്രൻസ് ഫോർ പ്രൊണോഗ്രഫിക് പർപ്പസ്. കുട്ടികളെ എന്താണ് പ്രൊണോഗ്രഫി, അതായത് ചിത്രങ്ങളുടെ അങ്ങനെയൊക്കെ മോശമായിട്ട് ചിത്രീകരിക്കുന്നത് ചൈൽഡ് പ്രൊണോഗ്രഫി തന്നെയാണ് പറയുന്നത്. അതെത്രയാണ്? മാക്സിമം 5 വർഷമായിരുന്നു 2012 ആക്ട് പ്രകാരം. 2012 മാക്സിമം 5 വർഷമായിരുന്നു. അത് 2019 അമെൻമെന്റ് ചെയ്ത് മിനിമം 5 വർഷമെന്നാക്കി മാറ്റി. ഓക്കെ, മിനിമം 5 വർഷം. ഇനി എന്താണ്? യൂസ് ഓഫ് ചിൽഡ്രൻസ് ഫോർ പ്രൊണോഗ്രഫിക് പർപ്പസ് റിസൾട്ടിങ് ഇൻ അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട്. അതായത് ലൈംഗിക പീഡനം. ലൈംഗിക പീഡനമാണെങ്കിൽ അതിന് എത്രയാണ്? ജീവപര്യന്തം എന്നായിരുന്നു. ജീവപര്യന്തം 7 വർഷം മുതൽ 10 വർഷമൊക്കെ അല്ലേ ജീവപര്യന്തം? 10 വർഷം എങ്ങാണ്ടായിരുന്നു തോന്നുന്നു ജീവപര്യന്തമായിട്ട് പറയുന്നത്. അത് മാറ്റിയിട്ട് എന്ത് ചെയ്തു? 2019 അമെൻമെന്റില് 20 വർഷം എന്നാക്കി. മിനിമം 20 വർഷം. ഓക്കെ, മിനിമം 20 വർഷവും ജീവപര്യന്തം അല്ലെങ്കിൽ മരണം ആക്കി. ഓക്കെ, വധശിക്ഷ, മരണം, ജീവപര്യന്തം അല്ലെങ്കിൽ 20 വർഷം എന്നാക്കി മാറ്റി. എന്താണ്? ലൈംഗിക പീഡനം, കുട്ടികളെ ലൈംഗികമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷ എത്രയാണ്? ഇപ്പോൾ 2019 ആക്ട് പ്രകാരം, 2019 അമെൻമെന്റ് ആക്ട് പ്രകാരം 20 വർഷം ഏറ്റവും കുറഞ്ഞത്, അല്ലെങ്കിൽ എന്താണ് ജീവപര്യന്തം, ഇതും അല്ലെങ്കിൽ എന്താണ് വധശിക്ഷ. ഓക്കെ, അത് തന്നെ. ഇനി അടുത്ത എന്താണ്? യൂസ് ഓഫ് ചിൽഡ്രൻസ് ഫോർ പ്രൊണോഗ്രഫിക് പർപ്പസ് റിസൾട്ടിങ് ഇൻ സെക്ഷൽ അസാൾട്ട്. അതായത് കുട്ടിയെ ചൈൽഡ് പ്രൊണോഗ്രഫി, അതായത് കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങളൊക്കെ പ്രദർശിപ്പിക്കുന്നതൊക്കെ വഴി മറ്റൊരാൾക്ക് അതൊരു ഇൻസ്പിറേഷൻ ആയി ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു സംഭവം ചെയ്തിട്ട് എന്താണ് മോട്ടീവായിട്ട് മറ്റൊരാൾ അത് ചെയ്തു, അങ്ങനെയാണെങ്കിലും ഈ പറയുന്ന വ്യക്തിക്ക് എന്താണ് ശിക്ഷ കിട്ടും. അത് എത്രയായിരുന്നു? അത് മുമ്പ് 6 വർഷമായിരുന്നു. മിനിമം 6 വർഷം, മാക്സിമം 8 വർഷം എന്നായിരുന്നു 2012 ആക്ടില്. ഇപ്പൊ എത്രയായിട്ട് മാറി? ഇപ്പം മിനിമം 3 വർഷം, മാക്സിമം 5 വർഷമായിട്ട് മാറി. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇയാൾ ഒരു മോട്ടീവ് ആയതേ ഉള്ളൂ. മനസ്സിലായോ? ഇയാളിട്ട എന്തെങ്കിലും ഒരു കാര്യം മറ്റൊരു കുട്ടിയെ ഉപദ്രവിക്കാനായിട്ട് മറ്റൊരാൾക്ക് മോട്ടീവായി. അങ്ങനെയുള്ള ഒരു കേസിൽ എത്രയാണ്? മിനിമം 6 വർഷം. മിനിമം 6 വർഷവും മാക്സിമം 8 വർഷവും എന്നായിരുന്നു. അത് മാറ്റിയിട്ട് ഇപ്പൊ 3 വർഷം മുതൽ 5 വർഷം വരെ ആക്കി. ഓക്കെ ആണോ? ഇനി അടുത്തത് യൂസ് ഓഫ് ചിൽഡ്രൻ ഫോർ പ്രൊണോഗ്രഫിക് പർപ്പസ് റിസൾട്ടിങ് അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ട്. അതായത് ബലപ്രയോഗം, ശാരീരിക പീഡനം. അതായത് ലൈംഗിക പീഡനം അല്ല, ശാരീരിക പീഡനമായിരിക്കും. ഭയങ്കരമായിട്ട് മോശമായിട്ട് എന്താണ് ആ കുട്ടിയെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ കുട്ടിക്ക് മാനസികമായിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ബിഹേവിയർ. അങ്ങനെ ഒരു രീതിയിൽ കുട്ടിക്ക് അത്ര ഇതായിട്ട് അഗ്രിവേറ്റഡ് ആയിട്ടുള്ള ഒരു സെക്ഷൽ അസാൾട്ട് ആണ് അവിടെ നടന്നതെങ്കിൽ അവിടെ എത്രയാണ്? മുമ്പ് 8 വർഷം മുതൽ 10 വർഷമായിരുന്നു. ഇപ്പൊ എത്രയാണ്? 5 വർഷം മുതൽ 7 വർഷം വരെ ആയിരുന്നു. ഓക്കെ, 5 തൊട്ട് 7 വരെ ആക്കി കുറച്ചു. 8 തൊട്ട് 10 ആയിരുന്നു, ഇപ്പൊ 5 തൊട്ട് 7 വരെ ഉള്ളു. എന്ന് വെച്ചാൽ ഇത് ശാരീരിക സ്പർശനത്തിലൂടെ, നമ്മൾ പഠിച്ചില്ലേ ശാരീരിക സ്പർശനത്തിലൂടെയുള്ള പീഡനം, അതാണ്. ആ ഒരു സംഭവം എത്രയേ ഉള്ളൂ? 5 മുതൽ 7 വരെ ഉള്ളു. ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണോ? അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ അമെൻമെന്റില്. ഓക്കെ, അപ്പൊ നമ്മള് പോക്സോ ആക്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന അമെൻമെന്റും പഠിച്ചല്ലോ. ക്ലിയർ അല്ലേ? ഏതെങ്കിലും ഒന്നുകൂടെ പറയണം. ഏതെങ്കിലും ഒന്നും പറയണം. എല്ലാം സെറ്റ് അല്ലേ? ഇനി ഇതിനകത്ത് ഒരു കാര്യം കൂടെ പഠിക്കാനുള്ള എന്താന്ന് വെച്ചാല്, കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനായി അടുത്തിടെ കേന്ദ്ര ശിശുക്ഷേമ മന്ത്രാലയം ആരംഭിച്ച ഒരു ഓൺലൈൻ കംപ്ലൈന്റ് മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട്. അതിന്റെ പേരെന്താണ്? ഒരു ഓൺലൈൻ കംപ്ലൈന്റ് മാനേജ്മെന്റ് സിസ്റ്റം അടുത്തിടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നു. ഏതാണ്? പോക്സോ ഇ ബോക്സ്. ഓക്കെ, ഈ പദ്ധതി ആരുടെ സംരംഭമാണ്? ആരാണ് ഇത് കൊണ്ടുവന്നത്? ഈ പോക്സോ ആരാണ് കൊണ്ടുവന്നത്? NCPCR ആണ് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നത്. ആരാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതാണ്? മേനകാ ഗാന്ധി. ഓക്കെ,
എന്നാണ് ഉദ്ഘാടനം ചെയ്തത്? 2016 ഓഗസ്റ്റ് 26-നാണ്. 2016 ഓഗസ്റ്റ് 26-നാണ് ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനുള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡിഗ്രി ലെവൽ പ്രിലിംസ് 2ാം ഘട്ടത്തിൽ ചോദിച്ച ചോദ്യം എന്തുവായിരുന്നു? ആ ചോദ്യം കൂടെ ഞാൻ ചോദിക്കാം. അതുകൂടെ കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക്ക് പക്ക കംപ്ലീറ്റ്. ഓക്കെ, അപ്പൊ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് പോക്സോ ആക്ടിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത്? ഏതാണ് ശരി എന്നാണ് ചോദിച്ചേക്കുന്ന ഓപ്ഷൻ ഞാൻ പറയാം. ഒന്നാമത്തെ ഓപ്ഷൻ, ലൈംഗിക പീഡന കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള പ്രത്യേക നിയമം. ആണോ? ഏതാണ് ശരി എന്നാ ചോദിച്ചേക്കുന്ന? അത് ശരിയാണോ? അത് ശരിയാണ്. ഓക്കെ, നമ്മളിങ്ങനെ ഒരു ഓപ്ഷൻ, ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ ഡീൽ ചെയ്യണം? അതിൽ ശരി ഏതാ? ഓപ്ഷനിൽ തന്നെ അങ്ങ് ടിക്കിട്ട് വേണം. മനസ്സിലായോ? ശരിയും തെറ്റും അവിടെ തന്നെ ടിക്ക് ചെയ്യണം. എന്നിട്ടേ ലാസ്റ്റ് 1, 2 ശരി, 2, 3 ശരി അത് നോക്കാനായിട്ട് പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ നോക്കണം. ലൈംഗിക പീഡന കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കാനുള്ള പ്രത്യേക നിയമം. ശരിയാണല്ലോ, അവിടെ തന്നെ അങ്ങ് ശരി ഇടുക. ഓക്കെ, ഇനി പോക്സോയ്ക്ക് ലിംഗഭേദമില്ല, നിഷ്പക്ഷമാണ്. ആണോ? പെൺകുട്ടിയുടെ കാര്യങ്ങൾ മാത്രമാണോ നോക്കുന്നത്? അതിൽ ആൺകുട്ടികളുടെ കാര്യം നോക്കും. കുട്ടി എന്ന് പറഞ്ഞാൽ 18 വയസ്സിന് താഴെയുള്ള ആൺകുട്ടിയോ പെൺകുട്ടിയോ ആര് വേണമെങ്കിലും ആവാം. അപ്പൊ അതും ശരിയാണ്, അതും കറക്റ്റ് ആണ്. ഓക്കെ, ഇനി കേസുകളുടെ ഇൻ ക്യാമറ ട്രയൽ. ഇൻ ക്യാമറ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പം പഠിച്ച് നാക്കങ്ങോട്ട് വായിലോട്ടിട്ടില്ല. ഇൻ ക്യാമറ അല്ലേ അതിനകത്ത് പറയുന്നത്? ഈ ആക്ട് ഇൻ ക്യാമറയാണ് വ്യവസ്ഥ ചെയ്യുന്നത് അല്ലേ? ഈ ഇൻ ക്യാമറ സിസ്റ്റം ആണ് എന്താണ് അനുശാസിക്കുന്നത്. അപ്പൊ അതും ശരിയല്ലേ? അപ്പൊ ഈ മുകളിൽ പറഞ്ഞേക്കുന്ന എല്ലാം ശരിയല്ലേ? അപ്പൊ എന്താണ് 1, 2, 3 മുകളിൽ പറഞ്ഞവയെല്ലാം എന്താണ്? ശരിയാണ്. അതായിരുന്നു ഉത്തരം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമ്മുടെ പോക്സോ ആക്ട് കഴിഞ്ഞു. ഇത് ഇത്രയും കേട്ട് നന്നായിട്ട് പഠിക്കണേ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബൈ. ഇത്രയൊന്ന് കേട്ട് നന്നായിട്ടൊക്കെ പഠിച്ചിട്ടോ.